ഏടത്തി കിടന്നോളൂ. ഞാൻ സ്വതവേ ഉറങ്ങാൻ വൈകും. ഏടത്തി എന്താ വല്ലാതിരിക്കുന്നേ? ഒരു തലവേദന. ഉറക്കം ഒഴിക്കുന്നത് കുറയ്ക്കണം. ഡിന്നറ്, പാർട്ടി, ലൈഫ് വളരെ ഫാസ്റ്റ് ആവുമ്പോൾ നമ്മളൊക്കെ ഓടി ഒപ്പമെത്താൻ കഷ്ടപ്പെടും. ഞാൻ തന്നെ വിഷമിക്കുന്നുണ്ട്. എന്ത് ഫാസ്റ്റ്? ഇങ്ങനെ കഴിയുന്നു എന്നല്ലാതെ. ബേസിക്കായി നമ്മളൊക്കെ തനി നാടന്മാരാ. എക്സിക്യൂട്ടീവിന്റെ കസേരയിലിരിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ പറയാറുണ്ട്, മാധവ മാഷ്ട മകൻ രാജനാണ് സഫാരി സൂട്ടിന്റെ ഉള്ളിൽ. ട്രാഫിക് വകുപ്പിന്റെ ബോർഡ് കണ്ടിട്ടില്ലേ? അപകടം ഒഴിവാക്കാൻ വേഗം നിയന്ത്രിക്കുക. എന്താ നീ അങ്ങനെ പറയാൻ? കുട്ടേട്ടൻ വല്ലേ നിന്നോട്? ഇതൊക്കെ കഴിയട്ടെ. എനിക്ക് ഏടത്തിൽ അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം ഒരിക്കൽ. കുട്ടേട്ടൻ എന്തേലും പറയൂ എഴുതുകയോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും എനിക്കറിയണം. കുട്ടേട്ടൻ പഴയ ആളാ. എന്നും ആ സാത്വിക ഭാവം വിടില്ല. പാവം. കുട്ടേട്ടൻ ഒന്നും പറഞ്ഞിട്ടല്ല. ആരാ പറഞ്ഞത്? എന്താണ് എന്നെ പറ്റി പറഞ്ഞത്? അതാണ് എനിക്കറിയേണ്ടത്. ഇടയ്ക്ക് ഓരോന്ന് കേൾക്കും. ഉദ്യോഗസ്ഥന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ പോകുന്നവരല്ലേ. വീരസാഹസങ്ങൾ ഇരുന്ന് പറയും. ഹൈ ക്ലാസ്സിലെ പരദൂഷണം. ഞാനും അതിൽപ്പെട്ടവനായതുകൊണ്ട് ഇരിക്കേണ്ടി വരും. എന്താ നീ കേട്ടത്? പറയണോ? ചിലപ്പോ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തക്കാരുണ്ടാവുമെന്ന കാര്യം ചില വങ്കന്മാര് മറക്കും. അതിശയോക്തി തട്ടിക്കഴിക്കാം. എന്നാലും കേൾക്കുമ്പോ വിഷമം തോന്നും. കേട്ടിരിക്കുന്നതിൽ അനിയനുണ്ടെന്ന് പറയുന്നവനറിയില്ലല്ലോ. ആരാ പറഞ്ഞത്? എന്നെപ്പറ്റി ആരാ പറഞ്ഞത്? പതുക്കെ. ഞാനിത് ഇപ്പൊ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ നേരത്തെ അറിഞ്ഞാൽ അത്രയും കരുതിയിരിക്കാമല്ലോ ഏട്ടത്തേക്ക്. നോൺസെൻസ്, ശുദ്ധ നോൺസെൻസ്. ഏത് ബ്ലഡി റാസ്കലാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പതുക്കെ. നോക്കൂ, സൊസൈറ്റി ഡ്രിങ്കിങ് ചിലപ്പോഴൊക്കെ വേണ്ടിവരും. രാജിലെ ക്രിസ്റ്റൽ റൂമിൽ കോക്ടെയിലിനിരിക്കുമ്പോഴും നമ്മളൊക്കെ മാധവ മാഷ്ട മക്കളാണെന്ന വിചാരം ഉള്ളിലുണ്ടായാൽ മതി. ആരുടെയൊക്കെയോ സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡന്റലായി എവിടെയൊക്കെയോ എത്തിപ്പെട്ടു എന്ന് തോന്നിയാൽ വളരെ നല്ലത്. ഓ, നളിനിയുടെ ഫ്രണ്ട്സ് പറഞ്ഞതാവും. അയ്യോ അല്ല, നളിനിക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കാൻ തന്നെ സമയമില്ല. ഭർത്താവിന്റെയും മകന്റെയും കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല. പിന്നല്ലേ ബന്ധുക്കളുടെ കാര്യം. ഷീസ് ഇന്നസെന്റ്. കുട്ടേട്ടന്റെ കൂടെ ചിലപ്പോ ഡിന്നറിന് പോകും. അപ്പോ ഡ്രിങ്ക്സ് കഴിക്കില്ലെന്ന് ഞാൻ വ്രതം ഒന്നും വെക്കാറില്ല. വ്രതം പാടില്ല, ഗുഡ്. പക്ഷേ 2 പെഗ് കഴിഞ്ഞാൽ ചിരി, 3 കഴിഞ്ഞാൽ പാട്ട്, 4 കഴിഞ്ഞാൽ ഇരിക്കാൻ ക്ഷണിച്ചാൽ കിടന്നോളും എന്ന് പറയിപ്പിക്കരുത്. വാചകം എന്റെ അല്ല. സിഡോ സിഡോ. PRSന്റെ ചാപ്റ്റർ മീറ്റിംഗ് ഞാനും ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞൊരു ഡിന്നർ. അവിടെ വന്ന് ഒരുത്തന്റെ വക വിസ്കിയുടെ പുറത്തെ കഥകൾ, പെണ്ണുങ്ങൾ അയാളെ കണ്ട് മോഹിച്ചു വീണ വീരകഥകൾ. ഒരു അപ്സ്റ്റാർട്ട് കുട്ടേട്ടന്റെ കമ്പനിയിൽ നിന്ന് ഒരുത്തൻ, പേര് ഗോപിനാഥ്. ചീഫ് പാവം കിഴവൻ, വലിയ വിശ്വാസം, നൈസ് മാൻ. ചീഫിന്റെ ഭാര്യയിൽ നിന്നും ശരീരം രക്ഷിക്കാനാണ് അത്ര അവന് കഷ്ടപ്പാട്. ടേക്ക് ഇറ്റ് ഈസി. എടത്തി, ഫ്രണ്ട്ഷിപ്പ് കാട്ടുന്നത് തെറ്റിദ്ധരിക്കും ചിലർ. ഇല്ലാത്തത് അപവാദമാക്കി പറയും സ്വന്തം മേനി കാട്ടാൻ. ഞാനിത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഏർത്തുപോയി കിടന്നോളൂ. കിടന്നോളൂ.
ഇപ്പൊ എങ്ങനെ? അച്ഛൻ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങുന്നുണ്ട്. ഏട്ടത്തിയോട് ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല. എന്ത്? അല്ല, യാത്രയുടെ കാര്യം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതിയല്ലേ? സമ്മർ വെക്കേഷൻ 3 മാസം ഒരു പ്രോബ്ലം അല്ലേ? ആർക്ക്? ഞാൻ മോന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഓ, അതും ചിലപ്പോ ആലോചിക്കാറുണ്ട് അല്ലേ? രാജൻ എന്തായി പറയണേ? 2 കൊല്ലത്തെ ഫെലോഷിപ്പ്, അതും ഹാർവാർഡില്. അത് കിട്ടിയാൽ നിസ്സാരമായി വേണ്ടെന്ന് വെക്കണമെന്നാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? കിട്ടിയെന്ന് ഉറപ്പായിട്ടില്ല. ആവോ. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ ശാപം തുടങ്ങിയിരിക്കുന്നല്ലോ. ദൈവം കണ്ടു. നോ, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ എന്തിനു ശപിക്കണം? ഫെലോഷിപ്പ് കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ ഒരു പോസ്റ്റ് ഓഫർ ചെയ്തെന്ന് വരും. നാളെ ഞാൻ അത് ശരിക്കും അർഹിക്കുന്നു. MSc ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക്, 2 കൊല്ലത്തെ റിസർച്ച് എക്സ്പീരിയൻസ്, ബ്രില്യന്റ് റെക്കോർഡ്സ്, ബ്രില്യന്റ്. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോഴേക്ക് രാജന് പറ്റിയ വല്ല പോസ്റ്റും അമേരിക്കയിൽ കിട്ടിയാൽ വരാമല്ലോ. എത്ര ആളുകൾ അവിടെ സെറ്റിൽ ചെയ്ത് സ്ഥിരതാമസമാക്കുന്നുണ്ട്. എനിക്കിപ്പോഴുള്ളതൊക്കെ ധാരാളം മതി. വളരെ പരിമിതമാണ് മോഹങ്ങൾ. ആഗ്രഹിച്ചതിലധികം കിട്ടിയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അസിസ്റ്റന്റിന്റെ പണിക്ക് വന്ന ആളെ ഓഫീസറാക്കിയതിന് മരിച്ചുപോയ എന്റെ അച്ഛനെ ശപിക്കുന്നില്ലല്ലോ. അത് അച്ഛന്റെ ഗ്രേറ്റ്നെസ് ആയിരുന്നു. ആളുകളെ അളക്കാൻ അച്ഛന് കഴിയും. അളവും പിന്നെ കണക്കും. കണക്ക് കൂട്ടുന്നതിലായിരുന്നു കൂടുതൽ വൈദഗ്ധ്യം. നോക്കൂ, വെക്കേഷൻ സമയത്ത് വല്ല ടൂറും ഉണ്ടായാൽ അവനെയും കൂടെ കൂട്ടിയാൽ മതി. ഹി വിൽ ബി ഓൾ റൈറ്റ്. സ്റ്റുഡൻസ് കൺസെഷൻ ഇല്ലേ? വേണമെങ്കിൽ അവന് സ്റ്റേറ്റ്സിൽ വരാമല്ലോ. ഇതിലും ചെറിയ കുട്ടികൾ ട്രാവൽ ചെയ്യുന്നില്ലേ? ആ, ശരിയാണ്. പ്രിവിലേജ് ലീവ് എടുത്ത് രാജനും വരാലോ. ഞാനത് ആലോചിച്ചില്ല. എന്താ ഒരു പരിഹാസം? ഒരു കോടീശ്വരന്റെ മകളായിരുന്നുവെങ്കിൽ നീ എന്താ പറയാന്ന് വെറുതെ ആലോചിച്ചു പോയി. ശനിയും ഞായറും അങ്ങോട്ട് വരാലോ. അങ്ങോട്ടെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക്. നാടൻ ശൈലിയിൽ പറഞ്ഞാൽ സംബന്ധത്തിന്. ഭാര്യയ്ക്കൊരു ഭാഗ്യം വരുമ്പോ അസൂയ തോന്നുന്ന ഒരാളെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വിശ്വസിക്കാൻ പ്രയാസം. അസൂയല്ല, വിശ്വസിച്ചോളൂ. സന്തോഷം. നീ ആകാശത്തേക്കാൾ അപ്പുറം എത്തിയാൽ അതിസന്തോഷം. നോക്കൂ, ഒരു 2 കൊല്ലല്ലേ? 2 കൊല്ലത്തെ വിരഹദുഃഖമല്ല എന്റെ പ്രശ്നം. എന്നും ടൂറും കമ്പനിക്കാരുമായി നടക്കുന്ന ഒരു അച്ഛൻ, ഭൂഗോളത്തിന്റെ മറ്റേ അറ്റത്ത് കഴിയുന്ന അമ്മ. ഇവന്റെ കാര്യമാണ് പ്രശ്നം. പറഞ്ഞത് തന്നെ പറഞ്ഞ് നേരം വെളുപ്പിക്കും. വെക്കേഷൻ മാത്രമാണ് പ്രോബ്ലം. അടുക്കള പണിയും കുട്ടിയെ നോക്കലും മാത്രമാണ് സ്വർഗമെന്ന് കരുതുന്ന ചിലരുണ്ടാവും. ചിലർ. അതത്ര മോശമായ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുത്തി മതിയായിരുന്നു എന്നിപ്പോ തോന്നുന്നുണ്ടോ? എന്റെ തെറ്റല്ല. സെൽഫിഷ്, അൺഗ്രേറ്റ്ഫുൾ, ഹിപ്പോക്രൈറ്റ്. മുത്തച്ഛൻ മരിച്ചോ? മോൻ ഉറങ്ങിക്കോ. രാജൻ ഉറങ്ങിയില്ലേ? തിരുവാതിര കാലാണെന്ന് തോന്നുന്നു. ചൂട്ടും കത്തിച്ച് പാതിരാത്രിക്ക് കുളിക്കാൻ പോകുമ്പോൾ കൂടെ വരാൻ വാശി പിടിച്ച് കരഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? അമ്പലക്കുളത്തിന്റെ കരയ്ക്ക് തീ കാഞ്ഞിരിക്കുന്ന രസം, മാവിന്റെ കൊമ്പത്ത് ഊഞ്ഞാല്, ആത്തോലമ്മയുടെ പാട്ടും കളിയും, കൂവ വരകിയതും ഇളനീരും. ഒന്നും മറന്നിട്ടില്ലല്ലേ? വലുതാവുമ്പോ പലതും നമുക്ക് നഷ്ടപ്പെടുന്നു എഴുതി. പലതും നേടുകയാണെന്ന് തോന്നുന്നു. പോയിപ്പോയത് ഓർമ്മിച്ചാൽ കിട്ടുന്നത് നിസ്സാരം. ദാറ്റ് ഈസ് ലൈഫ്. നീ മുൻപ് പറഞ്ഞതാണ് ശരി. മാധവമാഷ മകളായി ഇവിടെയൊക്കെ വളർന്ന ആളാണെന്ന കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ മറന്നുപോയി. സാരമില്ല, ആർക്കും തെറ്റുപറ്റിപ്പോ. ഇനി പറ്റില്ല, ഉറപ്പ്. ഏട്ടത്തെപ്പറ്റി മനസ്സിൽ ഒരു കറിയും ഇനി തോന്നരുത്. ഏതോ ഒരു സില്ലി ടോക്ക്.
ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. നമ്മളൊക്കെ പലതരം ഭാരങ്ങൾ ചുമക്കുന്നു. ഞാനും വളരെ അപ്സെറ്റാണ്. എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലംസ്. നിനക്കും? നളിനി അടുത്ത് അമേരിക്കയ്ക്ക് പോകുന്നു. 2 കൊല്ലത്തെ ഫെലോഷിപ്പ്. 2 ചിലപ്പോ 3, 4 ആകാം. പിന്നെ ഗ്രീൻ കാർഡ്, യെല്ലോ കാർഡ്, അവൾ എന്തൊക്കെയോ ചില നിയമങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ബാബു എന്റെ കൂടെ. ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവളുടെ കരിയറാണ് എന്റെ ഫേറ്റും. എന്തിന്റെ കുറവാണല്ലോ എനിക്ക് ഇവിടെ നിന്നാൽ? കുറവ് ഏട്ടത്തിക്ക് എന്തിന്റെ കുറവായിരുന്നു? വലിയ പൊസിഷനിലുള്ള ഭർത്താവ്, മിടുമിടുക്കത്തികളായ 2 കുട്ടികൾ, സൗകര്യങ്ങൾ, പണം. എന്നിട്ടും എപ്പോഴൊക്കെയോ അസംതൃപ്തി തോന്നി, ഇല്ലേ? അതാണ് ജീവിതം. സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ശേഷമേ മനുഷ്യൻ സ്വർഗത്തെ മോഹിച്ചു പറയാറുള്ളൂ. ഒന്നല്ല രണ്ടല്ല പൂപ്പൊലി